Hello everyone, ISRO Yuvika 2025 അപ്ലിക്കേഷൻസ് ഒക്കെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. രജിസ്ട്രേഷൻസ് ഓൺഗോയിങ് ആണ്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരുപാട് വീഡിയോസ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മുടെ യൂട്യൂബ് ചാനൽ വന്നിട്ടുണ്ട്. പല ആളുകളും രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ഈ ഒരു പ്രോസസ്സിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ISRO തന്നെ കണ്ടക്ട് ചെയ്യുന്ന ഓൺലൈൻ ക്യൂസ് എന്നുള്ളത്. ആ ക്യൂസിൽ കിട്ടുന്ന മാർക്കിന് 10% വെയിറ്റേജ് ആണ് സെലക്ഷൻ ക്രൈറ്റീരിയയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ക്യൂസുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്തൊക്കെയാണ് ക്യൂസിൽ ഉണ്ടാവുക, എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഏതൊക്കെ സെക്ഷൻസ് ആണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ക്വിസിന് മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ട് ചെയ്യുന്നത്. ഇതിന്റെ ഈ ഒരു കംപ്ലീറ്റ് പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു ബിഗിനിങ് സ്റ്റെപ്പ് മുതൽ എൻഡ് വരെയുള്ള മുഴുവൻ കാര്യങ്ങളും പറയുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി റിലീസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ രജിസ്ട്രേഷന്റെ ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെല്ലാം ക്ലിയർ ആകും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ സ്പെസിഫിക്കലി ആ ഒരു ക്വിസുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ISRO തന്നെ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഗൈഡ് ലൈൻസ് ആണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത് നോക്കാം. അതിന് ഇൻസ്ട്രക്ഷൻസ് കുറച്ചധികം ഇൻസ്ട്രക്ഷൻസ് പറയുന്നുണ്ട്. അത് ഹിന്ദിയിലും ഇംഗ്ലീഷിലും കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പോയിന്റ് പറയുന്നത് ഫോർ കംപ്ലീഷൻ ഓഫ് രജിസ്ട്രേഷൻ ഓഫ് യുവിക 2025 ഇറ്റ് ഈസ് നെസസറി ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ക്യൂസ് വിത്തിൻ 48 hours ഓഫ് രജിസ്ട്രേഷൻ എൻട്രി. നിങ്ങൾക്ക് ആ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, ആ ഓരോ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ പ്രോഗ്രസ് ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പോൾ അതിലുള്ള ഫസ്റ്റ് രജിസ്ട്രേഷൻ ഇനീഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞ് അതിന്റെ ഫസ്റ്റ് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ക്യൂസ് ആണ്. അപ്പോൾ ആ ഒരു വിത്തിൻ 48 hours അകത്ത് തന്നെ എന്ത് ചെയ്യുക, രജിസ്ട്രേഷൻ തുടങ്ങിയിട്ട് ആ ഒരു സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം വിത്തിൻ 48 hours അകത്ത് തന്നെ ക്യൂസും അറ്റൻഡ് ചെയ്യുക. സെക്കൻഡ് പറയുന്നത് there will be total 30 questions out of which first 10 questions will be of section A, thereafter 10 questions will be of section B and last 10 questions will be of section C. Total 30 questions ഉണ്ടാവും. അതിന് 3 sections ആയിട്ടാണ് കൊടുത്തത് അല്ലേ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്, സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. 3 sections ആയിട്ട് ഉണ്ടാവും. ഓരോന്നിനും 10 questions വീതമായിരിക്കും ഉണ്ടാവുക. മാക്സിമം ടൈം ലിമിറ്റ് ഫോർ ആൻസറിങ് 30 questions is 30 minutes. 30 minutes ആണ് 30 questions ഉണ്ടായിരിക്കുക. സോ ഒരു ആവറേജ് നോക്കുകയാണെങ്കിൽ 1 question 1 minute എന്നുള്ള രീതിയിലാണ് ടൈം ഉണ്ടായിരിക്കുക. അപ്പം നിങ്ങൾ ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്യാനൊന്നുമില്ല. ഓക്കെ, അടുത്തത് once a question is skipped the same will not be available for attempting it later during the Q session and the question will be considered as attempted with 0 marks. നിങ്ങൾ ഒരു അൺഅപ്ഡേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ 0 മാർക്സ് ആണ്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കറക്റ്റ് ആയാലും റോങ് ആയാലും എങ്ങനെയാണ് മാർക്ക് വരിക എന്നുള്ളത്. അത് അടുത്തതിൽ പറയുന്നുണ്ട്. നെഗറ്റീവ് മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അടുത്തതിൽ പറയുന്നുണ്ട്. അപ്പം അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ 0 മാർക്സ് ആണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ മാർക്ക് ചെയ്തിട്ട് അതിന്റെ ഓപ്ഷൻ എങ്ങനെ ക്ലിയർ ചെയ്യുക, അല്ലെങ്കിൽ അത് ഒഴിവാക്കണമെങ്കിൽ എന്താ ചെയ്യുക, അതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇതിൽ പറയുന്നത് നിങ്ങളൊരു ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് തിരിച്ചു വരാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. പക്ഷെ അതിൽ എനിക്ക് ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ തിരിച്ചു വരാൻ കഴിയുന്നുണ്ടായിരുന്നു. മേ ബി ചിലപ്പോൾ ഞാൻ അവർ ചേഞ്ച് ചെയ്തിട്ടുണ്ടാവാം. എനിവേ നിങ്ങൾ ചെയ്യുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഓക്കെ, യെസ്. അടുത്തത് മാർക്കിംഗ് സ്കീമാണ് പറയുന്നത്. സെക്ഷൻ എ ഫോർ correct answer of a question, positive marks of +3 will be awarded and negative mark of -1 will be awarded for wrong answer. The following formula shall be applied. Marks obtained is equal to 3R minus W. നിങ്ങൾ ഫോർമുല ഒന്നും മൈൻഡ് ചെയ്യേണ്ട, കാര്യം ഇത്രയേ ഉള്ളൂ. സെക്ഷൻ എയിൽ 10 questions ഉണ്ട്. 10 questionൽ ഒരു ക്വസ്റ്റ്യൻ കറക്റ്റ് ആയി കഴിഞ്ഞാൽ 3 മാർക്സ് കിട്ടും. അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ റോങ് ആയി കഴിഞ്ഞാൽ -1 മാർക്ക് വരും. ഓക്കെ, അപ്പോൾ അതിൽ ടോട്ടൽ എത്ര മാർക്ക് കിട്ടുമെന്ന് അറിയണമെങ്കിൽ എത്രണ്ണം കറക്റ്റായി ഇൻറ്റു 3 അതാണ് കിട്ടുന്ന പോസിറ്റീവ് മാർക്ക്. എത്രണ്ണം റോങ് ആയി ഇൻറ്റു -1 അതാണ് നെഗറ്റീവ് മാർക്ക്. ആ പോസിറ്റീവ് നെഗറ്റീവ് ഒഴിവാക്കി കഴിഞ്ഞാൽ ആ സെക്ഷൻ്റെ മാർക്ക് കിട്ടും. ആ ഫോർമുല ഇവിടെ കൊടുത്തുന്നേ ഉള്ളൂ. R എന്ന് പറഞ്ഞാൽ എത്ര ക്വസ്റ്റ്യൻ റൈറ്റ് ആയി, W എന്ന് പറഞ്ഞാൽ എത്ര ക്വസ്റ്റ്യൻസ് റോങ് ആയി. ഓക്കെ, ആ ഫോർമുല അറിഞ്ഞിട്ടില്ലെങ്കിലും മാർക്ക് കൃത്യമായിട്ട് അതൊന്നും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട. മാർക്കെല്ലാം ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ആ വെബ്സൈറ്റിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ക്യൂസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അവിടെ മാർക്ക് വിസിബിൾ ആവും. അതെല്ലാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത് പറയുന്നത് സെക്ഷൻ ബിയുടെ കേസിലാണ്. സിമിലർലി ഫോർ കറക്റ്റ് ആൻസർ ഓഫ് എ ക്വസ്റ്റ്യൻ പോസിറ്റീവ് മാർക്സ് ഓഫ് +6 will be awarded and negative marks of -2 will be awarded for wrong answer. ഓക്കെ, സെക്ഷൻ 2 സെക്ഷൻ ബിയിലോട്ട് വരുന്ന സമയത്ത് അവിടെ ഒരു ക്വസ്റ്റ്യൻ കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 6 മാർക്സ് കിട്ടും. ഓക്കെ, മറ്റതിനേക്കാൾ ഡബിൾ മാർക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഒരു ക്വസ്റ്റ്യൻ റോങ് ആയി കഴിഞ്ഞാൽ -2 മാർക്കും വരും. ഓക്കെ, -2 മാർക്ക്. അപ്പോൾ അതിൻ്റെ ഫോർമുലയും കൊടുത്തിട്ടുണ്ട്. 6 ഇൻറ്റു നമ്പർ ഓഫ് റൈറ്റ് ആൻസേഴ്സ് -2 ഇൻറ്റു നമ്പർ ഓഫ് റോങ് ആൻസേഴ്സ് അല്ലേ, സെയിം. അത് ഫോർമുല നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല, കാരണം അതൊക്കെ ഓട്ടോമാറ്റിക്കലി ആപ്പ് കാൽക്കുലേറ്റ് ചെയ്യും. എത്രയാണ് പ്ലസ് എത്രയാണ് മൈനസ് എന്നുള്ളത് അറിയാം. ഇനി സെക്ഷൻ സിയിലോട്ട് വരികയാണെങ്കിൽ ഫോർ എ ക്വസ്റ്റ്യൻ പോസിറ്റീവ് മാർക്സ് ഓഫ് +9 വിൽ ബി അവോർഡഡ് ഫോർ കറക്റ്റ് ആൻസർ ആൻഡ് നെഗറ്റീവ് മാർക്ക് ഓഫ് -3 വിൽ ബി അവോർഡഡ് ഫോർ റോങ് ആൻസർ. പിന്നെ അതിൻ്റെ ഫോർമുല കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സെക്ഷൻ സിയിലോട്ട് വരുന്ന സമയത്ത് കുറച്ചുകൂടി മാർക്ക് കൂടുകയാണ്. 9 മാർക്സ് ആണ് റൈറ്റ് ആൻസറിന് വരിക, റോങ് ആൻസറിന് -3 ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ മാർക്ക് കിട്ടാൻ ചാൻസ് ഉള്ളത് സെക്ഷൻ സിയിലാണ്. പക്ഷേ നെഗറ്റീവ് മാർക്ക് കൂടുതൽ ആർക്കാണ്, സെക്ഷൻ സിയിലാണ്. ഓക്കെ, മാർക്ക് ഏറ്റവും കുറവുള്ളത് സെക്ഷൻ എയിലാണ്. നെഗറ്റീവ് മാർക്ക് കുറവ് എവിടെയാണ്, അവിടെയാണുള്ളത്. അപ്പം നിങ്ങളൊന്ന് ഒപ്റ്റിമൈസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. കാരണം ടോട്ടൽ മാർക്ക് ഈ 3 സെക്ഷൻസിനും കൂടി മാക്സിമം മാർക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ എയിം. ഓക്കെ, അടുത്ത പോയിന്റ്
Therefore, the participant is expected to read the questions carefully and then answer the questions after going through all the options. Once an answer is submitted, it cannot be changed. Okay, നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ആ ക്യൂസ് കാര്യങ്ങൾ സബ്മിറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എന്ത് ചെയ്യാൻ പറ്റില്ല, പോയിട്ട് മാറ്റാനോ പരിപാടികൾക്കോ ഒന്നും പോസിബിൾ അല്ല. പിന്നെ ഒന്നാമതെന്താ വെച്ചാൽ അതിനൊന്നും നമുക്ക് സമയം ഉണ്ടായിരിക്കില്ല. അതാണ് പിന്നെ വേറൊരു കാര്യം. ഓക്കെ, നമുക്കന്ന് എന്തുണ്ടാവില്ല, അതിനൊന്നും സമയം ഉണ്ടായിരിക്കില്ല. അത് നമുക്ക് ആകെയുള്ളത് 30 minutes ആണ്. സോ ആ 30 minutesന്റെ ഇടയിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യണം, ആൻസർ ചെയ്യണം, പിന്നീട് പോയി തിരിച്ചു പോകാനും നോക്കാനും അതിനൊന്നും സമയം ഉണ്ടാവില്ല. സോ വൺസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അടുത്തടുത്ത ക്വസ്റ്റ്യനിലോട്ട് എന്ത് ചെയ്യുക, മൂവ് ചെയ്യാം. അടുത്തത്, ഇഫ് യു ലീവ് എ ക്വസ്റ്റ്യൻ വിതൗട്ട് ആൻസറിങ് ഇറ്റ് 0 mark വിൽ ബി അവാർഡ് ഫോർ ദ സെയിം. ഞാൻ നേരത്തെ പറഞ്ഞു, ചെയ്തിട്ടില്ലെങ്കിൽ, അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ 0 marks ആണ്. അടുത്ത പോയിന്റ് പറയുന്നത്, വൺസ് യു ലോഗിൻ ഫോർ ടേക്കിംഗ് അപ്പ് ദ ക്യൂസ് കോമ്പറ്റീഷൻ ഓൺ ISRO സ്പേസ് ക്യൂസ് പോർട്ടൽ യു ഹാവ് ടു ഫിനിഷ് ആൻസറിങ് ഓൾ ദ ക്വസ്റ്റ്യൻസ് ഇൻ എ സിംഗിൾ സെഷൻ. അതായത് നിങ്ങൾ ഒരു ക്യൂസ് സ്റ്റാർട്ട് ചെയ്തു മുതൽ 30 minutesന്റെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യും. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ആ ഒരു സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ടൈമർ കാണാൻ പറ്റും. 30 നിന്ന് താഴോട്ട് ടൈം കുറഞ്ഞ് വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് 30 minutes ആണ് നിങ്ങളുടെ കയ്യിലുള്ളത്. നിങ്ങൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് ഈ മൊമെന്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് 30 minutes. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനിടയ്ക്ക് പോസ് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ പണികൾക്ക് പോകാനോ ഒന്നും സമയമില്ല. അപ്പം നിങ്ങളുടെ കയ്യിൽ 30 minutes ഉള്ളപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾ തിരക്കിനിടയിൽ ഒന്നും സ്റ്റാർട്ട് ചെയ്യണ്ട. കാരണം തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകെ സിംഗിൾ അറ്റംപ്റ്റ് ആണുള്ളത്. ആ അറ്റംപ്റ്റ് പിന്നെ റിപ്പീറ്റ് ചെയ്യാനോ പിന്നെ വേറെ അറ്റംപ്റ്റ് ചെയ്യാനോ ഒന്നും ഓപ്ഷൻ ഇല്ല. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് 30 minutes നിങ്ങൾ കംപ്ലീറ്റ്ലി എന്ത് ചെയ്യണം, കോൺസെൻട്രേറ്റ് ചെയ്യണം. നിങ്ങൾക്ക് വേറെ ടൈം ഒന്നും കിട്ടുന്നതല്ല. ഓക്കെ, സിംഗിൾ സെഷൻ ആയിട്ട് തന്നെ ഫുൾ കംപ്ലീറ്റ് ചെയ്യുക. അതായത് സിംഗിൾ ഗോ ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുക. അടുത്ത് പറയുന്നത്, ബിഫോർ അപ്പിയറിംഗ് ഇൻ ദിസ് കോമ്പറ്റീഷൻ കൈൻഡ്ലി എൻഷുർ ഫുൾ ചാർജിംഗ് ഓഫ് ദ ബാറ്ററി ഓഫ് യുവർ ലാപ്ടോപ്പ്, മൊബൈൽ, കമ്പ്യൂട്ടർ എക്സെട്ര ആൻഡ് അൺഇൻറ്ററപ്റ്റഡ് അവൈലബിലിറ്റി ഓഫ് ദി ഇന്റർനെറ്റ് from your internet service provider. For any reasons, participants shall be solely responsible for the non-completion of the quiz competition. സിമ്പിൾ കാര്യം. നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിൽ ചെയ്യുന്ന എല്ലാ എക്സാമുകളിലും നമ്മൾ പറയുന്ന ഒരു കാര്യം ഇതാണ്. ആക്ച്വലി നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിൽ നടക്കുന്നൊക്കെ MCQ ബേസ്ഡ് എക്സാംസ്, അതേപോലത്തെ ക്യൂസ് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ പറയാറുണ്ട്, പ്രോപ്പർ ഇന്റർനെറ്റ് വേണം, പ്രിഫറബിളി വൈഫൈ കണക്ഷൻ. നമ്മുടെ മൊബൈൽ ഇന്റർനെറ്റിനേക്കാളും ഏറ്റവും ബെസ്റ്റ് നിങ്ങളുടെ വീട്ടിൽ വൈഫൈ കണക്ഷൻ ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. കാരണം വൈഫൈ കണക്ഷൻ സ്റ്റേബിൾ ആണ്, മറ്റേപോലെ ഫ്ലക്ച്വേറ്റ് ചെയ്യില്ല. അതുപോലെ തന്നെ നിങ്ങൾ ലാപ്ടോപ്പ് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് കുറച്ചും കൂടി ബെറ്റർ ആണ്. ഓക്കെ, കമ്പ്യൂട്ടേഴ്സ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആണ്. അല്ലെങ്കിൽ മൊബൈൽ വഴിയും ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ലാപ്ടോപ്പ് ആകുമ്പോൾ കുറച്ചുകൂടി വൈഡ് സ്ക്രീൻ കിട്ടും. അപ്പോൾ ഇതിൽ പറയുന്ന കാര്യം ഇതാണ്, നിങ്ങളുടെ ഡിവൈസ് ചാർജ്ഡ് ആണ്, മറ്റ് ഡിസ്ട്രപ്ഷൻസ് ഒന്നും ഇല്ല, ഇന്റർനെറ്റ് പ്രോപ്പർ ആണെന്നൊക്കെ ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ മൊബൈൽ ഫോൺസിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ഇൻ ബിറ്റ്വീൻ കോള്, മെസ്സേജസ് അങ്ങനത്തെ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡു നോട്ട് ഡിസ്റ്റർബ് മോഡിലോ അല്ലെങ്കിൽ അങ്ങനത്തെ കോൾസ് കാര്യങ്ങളും ഡീആക്ടിവേറ്റ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ. കാരണം ഇൻ ബിറ്റ്വീൻ കോൾസും കാര്യങ്ങളൊക്കെ വന്ന് ഇന്റർനെറ്റ് ഫ്ലക്ച്വേറ്റ് ചെയ്ത് അങ്ങനെ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ISROക്ക് അതിൽ ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല. ക്യൂസിൽ എന്ത് ഇന്ററപ്ഷൻസ് വന്നു കഴിഞ്ഞാലും അത് നിങ്ങളുടെ സോൾ റെസ്പോൺസിബിലിറ്റി ആണ് എന്നുള്ളതാണ് അതിൽ പറയുന്നത്. ഓക്കെ, അതിന് പിന്നെ അപ്പീലും കാര്യങ്ങളൊന്നും കൊണ്ടുപോയിട്ട് കാര്യം ഉണ്ടാവില്ല. അവർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവർ നോക്കില്ല. അടുത്ത പറയുന്നത്, ഇൻ കേസ് ഓഫ് എനി interpretation error or confusion in understanding, the English version of question and options shall be considered final. അതായത് ആക്ച്വലി ഇതിനകത്ത് ഇംഗ്ലീഷിലും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, ഹിന്ദിയിലും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, നമ്മൾ ആ ഒരു ഡെമോ കാണിച്ചപ്പോഴും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻ കേസ് എവിടെയും കൺഫ്യൂഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇംഗ്ലീഷ് വേർഷനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഓഫ് കോഴ്സ് കേരളത്തിലുള്ള സ്റ്റുഡൻസ് ആയതുകൊണ്ട് ഹിന്ദി നോക്കിയിട്ട് ആൻസർ ചെയ്യുന്നുണ്ടാവില്ല. എല്ലാവരും എന്ത് ചെയ്യുക, ഇംഗ്ലീഷ് തന്നെയാണ് വായിച്ചിട്ട് ആൻസർ ചെയ്യുന്നുണ്ടാവുക. ഇനി ഇൻ കേസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നുള്ള കേസിൽ, കാരണം ഇത് നാഷണൽ ലെവലിൽ നടത്തുന്നതാണല്ലോ, അപ്പോൾ ഹിന്ദി ക്വസ്റ്റ്യൻസിൽ ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഹിന്ദിയിലും ഇംഗ്ലീഷിലും എന്തെങ്കിലും ഒരു രണ്ടും ഒരേ ക്വസ്റ്റ്യൻ്റെ രണ്ട് ലാംഗ്വേജസ് ആണ്, പക്ഷേ എന്തെങ്കിലും കൺഫ്യൂഷൻസ് വരുന്നുണ്ടെങ്കിൽ ഫൈനലായിട്ട് കൺസിഡർ ചെയ്യേണ്ടത് ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്, അതിലുള്ള ഓപ്ഷൻസും ആണ് ഫൈനലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ര റെലവെന്റ് അല്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി ഇംഗ്ലീഷ് തന്നെ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക, ഹിന്ദിയിലുള്ളത് യൂസ് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ ഇത്രയുമാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് പറയുന്നത്. പിന്നെ കുറേ ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ഈ ഓൾമോസ്റ്റ് സെയിം ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ആ ക്യൂസ് സ്റ്റാർട്ട് ചെയ്തതിന് മുന്നേ തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. വീണ്ടും ഇൻസ്ട്രക്ഷൻസ് വരുന്നുണ്ട്. നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് എല്ലാ ഇൻസ്ട്രക്ഷൻസ് വായിച്ച് റെഡി ആക്കിയിട്ട് എന്ത് ചെയ്താൽ മതി, ക്യൂസ് തുടങ്ങിയാൽ മതി. ഓക്കെ, ക്യൂസ് സ്റ്റാർട്ട് എന്നുള്ളത് തുടങ്ങുന്നതിന് മുന്നേ എല്ലാ കാര്യങ്ങളും വായിച്ച് മൾട്ടിപ്പിൾ ടൈംസ് ആ ഇൻസ്ട്രക്ഷൻസ് അതിൽ കാണിക്കുന്നുണ്ട്. നമ്മൾ ആ ഒരു സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിൽ എത്തിയിട്ടുണ്ട്, മുഴുവൻ കാര്യങ്ങളും കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കാണിക്കുന്ന പോലെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ വായിച്ച് പ്രോപ്പറായി മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്താൽ മതി, അറ്റൻഡ് ചെയ്താൽ മതി. 30 minutes 30 questions ആണ്, 3 sections ഉണ്ട്, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയാണ് ക്യൂസുമായി റിലേറ്റ് ചെയ്ത ഡീറ്റെയിൽസ്. നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ താഴെ ചാറ്റ് ബോക്സിൽ ചോദിക്കാം, നമ്മൾ മാക്സിമം ആൻസർ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നതാണ്. ക്യൂസ് ഇമ്പോർട്ടൻ്റ് ആണ്, 10% വെയിറ്റേജ് ക്യൂസിനുണ്ട്. അതുകൊണ്ട് തന്നെ സീരിയസ് ആയിട്ട് കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യുക. ക്യൂസ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് കിട്ടിയ മാർക്കും നിങ്ങളുടെ സ്ക്രീനിൽ വിസിബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നന്നായിട്ട് തന്നെ നല്ല ഉഷാറായിട്ട് ക്യൂസ് അറ്റൻഡ് ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.